എന്തൊക്കെയാണ് പാർട്ട് 2-ൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് അതൊക്കെ കേൾക്കണം. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. പിന്നെ തിയറിയുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്സിലേക്ക് കിടക്കാം. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ്. എന്താണ് രണ്ട് മെട്രിക്സിൻ്റെ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? ടു മെട്രിക്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ഓർഡർ ഓഫ് എ ആൻഡ് ബി ആർ സെയിം. കറസ്പോണ്ടിങ് എലിമെൻറ്റ് ഓഫ് എ ആൻഡ് ബി ആർ സെയിം. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ട് മെട്രിക്സ് നിങ്ങൾക്ക് ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതി കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ. രണ്ട് മെട്രിക്സ് മക്കൾക്ക് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ടെണ്ണത്തിൻ്റെ ഓർഡർ സെയിം ആണ്. അപ്പം ഓർഡർ സെയിം ആണ്. അപ്പം ഞാനിവിടെ ഒരു 2x2 മെട്രിക്സ് എടുക്കുക. 1 2 5 6 എന്നെടുത്തു. ഓക്കെ, 2x2 മെട്രിക്സ് ആണ്. ഈസ് ഈക്വൽ ടു, ഇതന്നെ ഞാനിപ്പോൾ ഇവിടെ എഴുതുകയാണെങ്കിൽ ഇതേ നമ്പർ തന്നെ. ഇതിന് വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ XY എന്നൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് ഈ മെട്രിക്സിൻ്റെ വിലയും ഈ മെട്രിക്സിൻ്റെ വിലയും ഈ 1ൻ്റെ പ്ലേസിൽ ഇവിടെ 1 തന്നെ വരണം, 2ൻ്റെ പ്ലേസിൽ 2 തന്നെ വരണം. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇപ്പോൾ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അത് എന്തായിരിക്കണം? അതിൻ്റെ ഓർഡർ സെയിം ആവണം. അപ്പോൾ ഇതും ഒരു 2x2 ആണ്, ഇതും ഒരു 2x2 ആണ്. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ അറിയല്ലോ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. ഇതും ഒരു 2x2 ആണ്. അപ്പം കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ഓഫ് എ ആൻഡ് ബി ആർ സെയിം. ഇവിടെ വരുന്ന എല്ലാ എലിമെൻറ്റ്സും എന്ത് വരും? ഒക്കെ സെയിമും ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഒരു ഈക്വൽ മെട്രിക്സ് എന്ന് പറഞ്ഞത്. ഇനി നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ 1 2 5 6 ആണെങ്കിൽ നമുക്കിപ്പം ഒരു എക്സാമ്പിൾ. ഓക്കെ, നമുക്കിപ്പം നോട്ട് ഈക്വൽ ആണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഒരു മെട്രിക്സിൻ്റെ വില 1 2 5 6 എന്നുണ്ട്. അപ്പം അടുത്ത മെട്രിക്സിൻ്റെ വില ഞാനിപ്പം നോട്ട് ഈക്വൽ ആയിട്ടാണ് എഴുതുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള -3 -8 2 5. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ. ഈ 1ൻ്റെ പ്ലേസിൽ നിങ്ങൾക്ക് ഇവിടെ എന്താ വന്നാൽ -3 ആണ് അല്ലേ? അപ്പുറത്തെ സൈഡ്. ഓക്കെ, ഇത് 2ൻ്റെ പ്ലേസിൽ A12ൻ്റെ വില ഇവിടെ -8 ആണ്. A21ൻ്റെ വില ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 2 ആണ്. ഇവിടെ 6 ആണെങ്കിൽ A22ൻ്റെ വില ഇവിടെ 5 ആണ്. അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ നോട്ട് ഈക്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ആയാലും ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സാധനവും ഈ ഒരു ഈക്വാളിറ്റിയും വെച്ചിട്ട് നിങ്ങൾക്കൊരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചെറിയ മാർക്കിനാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, കൺസ്ട്രക്റ്റ് എ 2x2 മെട്രിക്സ് 2x2 matrix whose elements are given by Aij is equal to I plus j whole to the power of 2x2. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളോട് 2x2 മെട്രിക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ Aij എന്ന് പറഞ്ഞിട്ട് 2x2 മെട്രിക്സിൽ നമുക്ക് ആദ്യം എന്തൊക്കെ എലിമെൻറ്റ്സ് ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം. ആൻസർ ചെയ്യാൻ നമുക്കൊന്ന് കളർ മാറ്റി കൊടുക്കാം. A ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? ഒരു 2x2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ വരും? A11 വരും, A12 വരും, A21 വരും, A22 വരും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതാണ് നമ്മളുടെ 2x2 മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 2x2 മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ഈ A11നെ കണ്ടുപിടിക്കണം. അപ്പോൾ A11 ഇടുക. അപ്പോൾ ഐൻ്റെ പ്ലേസിൽ ഞാൻ ഇവിടുത്തെ ഐയുടെ പ്ലേസിൽ ഞാൻ 1 കൊടുക്കുക, ജെയുടെ പ്ലേസിൽ 1 കൊടുക്കുക. അത്രയേ പണിയുള്ളൂ. അത് അപ്പുറത്ത് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ തന്നെ ചെയ്യുക. അപ്പം ഐയുടെ പ്ലേസിൽ ഈ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, 1 + 1 ഹോൾ സ്ക്വയർ divided by 2. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? 4/2. 1 + 1 2 2 സ്ക്വയർ 4 ആയി. 4/2 4/2 പറഞ്ഞാൽ ഫസ്റ്റ് എലിമെൻറ്റ് 2 കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ ആരെ കാണണം? A12നെ കാണാം. ഓക്കെ, അപ്പം നമുക്ക് എന്താ വരുന്നത്? 1 + 2 ഹോൾ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്താ ആൻസർ വരുന്നത്? 9 / 2.
ഓക്കെ, ഇതിന് പിന്നെ നമ്മൾ ആരെ കാണുന്നു? A21 കാണാം. 21 is equal to 2 plus 1 whole to the power of 2 divided by 2. അപ്പോഴും 3 സ്ക്വയർ പറഞ്ഞാൽ 9, 9/2 ആൻസർ. അപ്പം നമുക്ക് ലാസ്റ്റിൽ A22 വന്നു. A22 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 plus 2 the whole square divided by 2. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വരുന്നത്? 16 divided by 2. You will get 8. ഓക്കെ, 16/2 is equal to 8. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് A നമുക്ക് ഫോം ചെയ്തു. നിങ്ങളോടൊരു 2/2 മെട്രിക്സ് ആണ് ഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. A11 എന്നുള്ളിടത്ത് നിങ്ങൾക്ക് 2 എന്ന് കിട്ടി. അടുത്ത എലിമെൻറ്റ് A12 എന്നുള്ളിടത്ത് നമുക്ക് 9/2 കിട്ടി. രണ്ടാമത് ഇവിടെ 9/2 എന്ന് കിട്ടി. പിന്നെ ഇവിടെ 8. അപ്പോൾ ഫസ്റ്റ് റോവും കിട്ടി, സെക്കൻഡ് റോവും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളൊരു 2/2 മെട്രിക്സ് ഫോം ചെയ്തു. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മക്കൾക്ക് 2 മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമല്ലേ? എങ്ങനെയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വയ്ക്കുന്നു. വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് ഇപ്പോൾ പഠിച്ച ഈക്വൽ മെട്രിക്സ് അല്ലേ, നോൺ ഈക്വൽ മെട്രിക്സും ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് ഇപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് XYZ എന്നാണ്. അപ്പം അത് ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടുതരാം, നിങ്ങൾ തന്നെ പെട്ടെന്ന് ചെയ്താൽ മതി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് XYZ. അപ്പോൾ 2 മെട്രിക്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് XYZ. ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല, ചെറിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വില എന്താണ് നിങ്ങൾക്ക് തന്നെ നോക്കി പറയുമല്ലോ മക്കളെ. എന്തൊക്കെയാണ് എക്സിൻ്റെ വില? എക്സിൻ്റെ വില എന്താ വരുന്നത്? 1 ആണ്. വൈയുടെ വില എന്താ വരുന്നത്? y is equal to പറഞ്ഞോളൂ 4. ഓക്കെ, കറക്റ്റ്. ദെൻ z is equal to വാല്യൂ എന്താണ്? 3 ആണ്. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ആൻസർ കിട്ടിയല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരും, പക്ഷേ ഇത്ര ചെറുതായിട്ട് ചോദിക്കാറില്ല. ഇത്ര ചെറുതായി ചോദിക്കുകയാണെങ്കിൽ ഒരു 1 മാർക്കിനേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം മക്കൾക്ക് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചോദിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ: x plus y plus z. സെക്കൻഡ് ലൈനിൽ x plus z, തേർഡ് ലൈനിൽ y plus z. അതായത് 3 റോസ് ആണുള്ളത്, ഒരു കോളമാണുള്ളത്. ഈസ് ഈക്വൽ ടു 9, 5, 7 ഉണ്ട്. ഇനി നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, വൈ, സെറ്റ്. ഇതിന് 3നെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 3 വാല്യൂവിനെ നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളെങ്ങനെയാണ് അത് കാണുക? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് 3ഉം ഈക്വേറ്റ് ചെയ്ത് കൊടുക്കുക. ഈക്വൽ എന്നുള്ള സൈൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഈക്വൽ മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 9 ആണ്. അതുപോലെ തന്നെ എക്സ് പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ആണ്. ഓക്കെ, അതുപോലെ തന്നെ വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ 7 ആണ്. ഈ 3 ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. 1, 2, 3. ശരിയല്ലേ? ഇനി നിങ്ങൾക്ക് വൈ പ്ലസ് സെഡിൻ്റെ വില ഇക്വേഷൻ 3യിൽ നോക്കൂ നിങ്ങൾ. വൈ പ്ലസ് സെഡിൻ്റെ വില 7 ആണ്. അപ്പം ഞാൻ ഈ 3നെ പിടിച്ചിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടു കൊടുക്കുകയാണ്. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ വരിക അവിടെ? ശ്രദ്ധിച്ചോളൂ. എക്സ് പ്ലസ് ആ വൈ പ്ലസ് സെഡിൻ്റെ പ്ലേസിൽ എനിക്ക് 7 എഴുതിക്കൂടെ? ഈ വൈ പ്ലസ് സെഡിൻ്റെ പ്ലേസിൽ എനിക്ക് 7 എഴുതിക്കൂടെ? എന്താണ് ചെയ്തത്? ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. ഓക്കെ, അപ്പോൾ വൈ പ്ലസ് സെഡിൻ്റെ പ്ലേസിൽ ഞാൻ 7 എഴുതി. ഈസ് ഈക്വൽ ടു 9 ആയി. അപ്പം നമുക്ക് എക്സിൻ്റെ വില കിട്ടി. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 9 - 7 വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. സംശയമുണ്ടോ? സംശയമില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ആർ ഫൈൻഡിങ് ദ വാല്യൂ ഫോർ സെഡ് കണ്ടുപിടിക്കാം അല്ലേ? അപ്പം നിങ്ങൾക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 2ൽ കൊടുക്കുമ്പം എക്സ് പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു
എക്സ് പ്ലസ് സെറ്റ് ഈസ് ഈക്വൽ ടു 5 എന്നാണ്. അപ്പോൾ നമുക്ക് സെറ്റിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ പ്ലേസിൽ ഇപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടിയ 2 ആണ്. അപ്പോൾ 2 പ്ലസ് സെറ്റ് ഈസ് ഈക്വൽ ടു 5. therefore സെറ്റ് ഈസ് ഈക്വൽ ടു, സെറ്റിൻ്റെ വാല്യൂ എന്താ വരിക? 5 മൈനസ് 2 ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റിൻ്റെ വിലയും കിട്ടി. നെക്സ്റ്റ് എക്സ് കിട്ടി, നമുക്ക് സെറ്റ് കിട്ടി. ഇനി വൈനെ കാണണം. വൈനെ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അടുത്ത ഇക്വേഷനിൽ കൊണ്ടു കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ തേർഡ് ഇക്വേഷൻ ഉണ്ടല്ലോ, വൈ പ്ലസ് സെറ്റ് ഇസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിലെ വൈ പ്ലസ് സെറ്റ് ഇസ് ഈക്വൽ ടു 7 എന്നുള്ള ഇക്വേഷനിലെ അതിൽ കൊണ്ടു കൊടുക്കുക. ഓക്കെ, തേർഡ് ഇക്വേഷനിൽ. ഓക്കെ, അപ്പോൾ വൈ പ്ലസ് സെറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. ഇനി സെറ്റിൻ്റെ വില നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, വൈ പ്ലസ് 3 ആണ് സെറ്റിൻ്റെ വില, ഈസ് ഈക്വൽ ടു 7. അപ്പോൾ വൈയുടെ വില എത്രയാണ്? 7 മൈനസ് 3. അപ്പോൾ എത്ര ആൻസർ വന്നത്? വൈയുടെ വില 4. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് വൈ സെഡ്. ഇത് എങ്ങനെയും ചോദിക്കുക, 2x2 മെട്രിക്സ് ആയിട്ട് ചോദിക്കാം, 1x1 ആയിട്ട് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു 2 മാർക്സ് 3 മാർക്സ് ഡിപ്പെൻസ് അപ്പോൺ ലെങ്ത് ഓഫ് ദ പ്രോബ്ലത്തിന് മാർക്ക് വരും. ഓക്കെ, അപ്പോൾ 2-3 മാർക്സ് ക്വസ്റ്റ്യനിലാണ് ഈ ഒരു ടൈപ്പ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മൾ എഡീഷൻ ഓഫ് മെട്രിസസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആ ടോപ്പിക്കിലേക്കാണ് ഒന്ന് കയറുന്നത്, ശ്രദ്ധിക്കണം. എഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ്. എന്തൊക്കെയാണ് മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ്? അപ്പോൾ നമുക്ക് ഇവിടെ മെട്രിക്സിൽ എഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ എഡീഷനും സബ്ട്രാക്ഷൻ വളരെ എളുപ്പമാണ്. മിസ് ഒരൊറ്റ എക്സാമ്പിൾ തന്നെ കാണിച്ചു തരാം, പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ എ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നൊരു മെട്രിക്സ് 1 2 5 7. ഓക്കെ, ബി എന്ന് പറയുന്നൊരു മെട്രിക്സ് 2 6 1 എന്തെങ്കിലും ഒരു നമ്പർ എഴുതിയാൽ മതി. ഓക്കെ, 5. ഓക്കെ, ഇവിടെ എ പ്ലസ് ബി നിങ്ങൾ ചെയ്യണം. എ പ്ലസ് ബി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ A11 എടുക്കുക, ഇവിടുത്തെ A11 എടുക്കുക, അല്ലെങ്കിൽ B11 എടുക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? 1 + 2 3, 6 + 2 8, 5 + 1 6, 7 + 5 12. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി എന്നുള്ളതിന് ആൻസർ കിട്ടി. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ എഡീഷൻ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മെട്രിക്സ്. ഇതേപോലെ തന്നെ മക്കൾ സബ്ട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏതെന്ന് നമ്മൾ എന്ന് ബി കുറയ്ക്കുക. അപ്പോൾ 1 - 2 പറഞ്ഞാൽ -1 അങ്ങനെ വരും. 2 - 6 എന്ന് പറഞ്ഞാൽ -4 എന്ന് വരും. 5 - 1 എന്ന് പറഞ്ഞാൽ 4 വരും. 7 - 5 എന്ന് പറഞ്ഞാൽ 2 വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ്. ഓക്കെ, അടുത്തത് കുറച്ച് പ്രോപ്പർട്ടീസാണ്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഉള്ളത്? അതായത് 2 മെട്രിക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും ആഡ് ചെയ്യുമ്പോൾ. എന്ത് ചെയ്യുമ്പോൾ? ആഡ് ചെയ്യുമ്പോൾ. അപ്പം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എ പ്ലസ് ബി നിങ്ങൾ ആഡ് ചെയ്താൽ അത് ആർക്ക് ഈക്വലാണ്? ബി പ്ലസ് എ. നിങ്ങൾ ആദ്യം ബി എഴുതി പിന്നെ എ എഴുതി ആഡ് ചെയ്താൽ ഈക്വലാണ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ച പ്രോപ്പർട്ടീസ് തന്നെയാണ്. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻറ്റിജേഴ്സിൽ അങ്ങനെ പലതിലും പഠിച്ചിട്ടുണ്ട്. അത് ഇവിടെ മെട്രിക്സിൽ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മിസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. അതൊന്നും അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്വസ്റ്റ്യൻ വരാറില്ല. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി 3 മെട്രിസസ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ബി പ്ലസ് സീനെ കൂട്ടുക, എന്നിട്ട് പിന്നെ നിങ്ങൾ എ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും, കീപ്പ് ഇറ്റ് ദെയർ. പിന്നെ എ പ്ലസ് ബീനെ നിങ്ങൾ കൂട്ടുക, അതിനോട് സി പിന്നെ കൂട്ടുക, ആ ആൻസറിനോട് സി കൂട്ടുക. അപ്പം ഈ ആൻസർ രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഐഡൻറ്റിറ്റി
അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന നമ്പർ. നമ്മൾ നമ്പേഴ്സിൽ പറയുമ്പോൾ 0 ആണ് അല്ലേ. ഇപ്പോൾ 2 + 0 കൂട്ടിയാൽ 2 തന്നെയല്ലേ കിട്ടുക. അതേപോലെ തന്നെ എ എന്നുള്ളൊരു മെട്രിക്സിനോട് ഒ എന്നുള്ളൊരു മെട്രിക്സ്, ഒ എന്ന് പറഞ്ഞിട്ട് എന്താ 0 മെട്രിക്സ് ആണ്. 0 കൂട്ടിയാൽ നമുക്ക് O + A = A. ഓക്കെ. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് എന്താ വരുന്ന മക്കളെ, A + -A. A + -A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. അതായത് ഇപ്പോൾ 2 + -2 നിങ്ങളുടെ ആൻസർ എത്രയാണ് വരുന്നത്? സാധാരണ നമ്പേഴ്സ് ആകുമ്പോൾ 0. അതേപോലെ തന്നെ എ പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്, -A എന്ന് പറയുന്നൊരു മെട്രിക്സ് ഉണ്ട്. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസറാണ് -A + A which is equal to, അതായത് തിരിച്ചെഴുതിയാലും നിങ്ങൾക്ക് ആൻസർ എന്താ കിട്ടുന്നത്? ഒരു 0 മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് പ്രോപ്പർട്ടീസ് മനസ്സിലിട്ടാൽ മതി. ഓക്കെ. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ മെട്രിക്സ്. ഒരു മെട്രിക്സിനെ നമ്മളൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എങ്ങനെയാണെന്ന്. അതായത് നിങ്ങളുടെ കയ്യിലൊരു മെട്രിക്സ് എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്, അതിനെ നിങ്ങളൊരു സ്കെയിലാറിനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മിസ് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ എന്നാലേ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടുത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. എ എന്നുള്ളൊരു മെട്രിക്സിനെ നമ്മളിതാ ഒരു സ്കെയിലാർ കെനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ കെനെ നമ്മൾ അകത്തേക്ക് വെച്ചിട്ട് എല്ലാ എലിമെൻസിനും കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. KIJM/N. വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ. അപ്പം മിസ് ഒറ്റയൊന്ന് നിങ്ങൾക്ക് എക്സാമ്പിളിൽ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് പുറമേ ഒരു 2 എന്നുണ്ട്. 2 എന്നുള്ളതാണ് നിങ്ങളെ സ്കെയിലാർ എന്ന് പറയുന്നത്. ഒരു 2 എന്നുണ്ട്. നിങ്ങൾക്കൊരു മെട്രിക്സ് ഇൻസൈഡ് ഉണ്ട്. 5 6 1 3. ഓക്കെ. ഞാൻ ഒരു 2/2 മെട്രിക്സ് ഇട്ടു. അപ്പോൾ ഈ സ്കെയിലാറിനോട് എ എന്നുള്ളൊരു മെട്രിക്സ്, ഇതാണ് കെ ആണ് നമ്മളുടെ, ഇതാണ് നമ്മൾ സ്കെയിലാർ എന്ന് പറയുന്നത്. എ എന്നുള്ളത് നമ്മളെ മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഈച്ച് ആൻഡ് എവറി എലിമെൻറ്റ് വി നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് 2. ഓക്കെ. അപ്പോൾ ഓരോരോ എലിമെൻറ്റും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ് ഇറ്റ്? 2 × 5 ഹൗ മച്ച്? ഇറ്റ് ഈസ് 10. 2 × 6 ഇറ്റ് ഈസ് 12. Again 2 × 1 it is 2 and 2 × 3 it is 6. Okay, this is your answer. സംശയമില്ലല്ലോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? ഇപ്പോൾ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും മാത്രമേ പണിയുള്ളൂ. ഇനി രണ്ട് മെട്രിക്സ് എങ്ങനെയാണ്? രണ്ട് മെട്രിക്സ് നിങ്ങൾക്ക്, അതായത് ഡിഫറെൻറ്റ് മെട്രിക്സോ അല്ലെങ്കിൽ ഒരേ മെട്രിക്സിന് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നോ, അതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അതിന് മുമ്പേ ഇവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന് ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. K × A + B. A B എന്ന് പറഞ്ഞാൽ എന്താ മിസ് പറഞ്ഞാൽ 2 മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഈ 2 മെട്രിക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് പുറത്തത്തെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് എന്തിന് ഈക്വലാണ്? അതിനെ ബ്രാക്കറ്റ് മാറ്റിയിട്ട്, അതായത് ഫസ്റ്റ് മെട്രിക്സ് ഇൻറ്റു കെ ആദ്യം ചെയ്യുക, സെക്കൻഡ് മെട്രിക്സ് ഇൻറ്റു കെ ചെയ്യുക, എന്നിട്ട് അത് കൂട്ടുന്ന ആൻസറിന് ഈക്വലായിരിക്കും. ഓക്കെ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കെയും എല്ലും 2 സ്കെയിലാർസാണ്. അത് ഒരു പുറത്തുള്ള ഒരു വേറൊരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആർക്ക് ഈക്വലാണ്? KA. അതായത് ഫസ്റ്റ് സ്കെയിലാർ ഇൻറ്റു ഫസ്റ്റ് മെട്രിക്സ്. ഒരു മെട്രിക്സ് ഒന്നേ ഉള്ളൂ, 2 സ്കെയിലാർസാണ്. അത് സെക്കൻഡ് സ്കെയിലാർ ഇൻറ്റു സെയിം മെട്രിക്സ്, അതിനെ ആഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. ഓക്കെ. അത് പ്രോപ്പർട്ടീസിലൊന്ന് മനസ്സിലിട്ടാൽ മതി. ഓക്കെ. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സ്. എങ്ങനെയാണ് നമ്മൾ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക? 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം നോക്കണം. എന്താണ് ആ പ്രത്യേകം നോക്കണം എന്ന് മിസ് പറഞ്ഞത്? ലെറ്റ് A and B be 2 matrices, then their product AB is defined as the number of columns in matrix A is equal to number of rows in matrix B. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോറി. ഓക്കെ. എന്താണ് ഇപ്പം മിസ് പറഞ്ഞ പോയിന്റ്? നമ്പർ ഓഫ് കോളംസ് ഇൻ മെട്രിക്സ് എ അത് ആർക്ക് ഈക്വലാണ്? നമ്പർ ഓഫ് റോസ് ഇൻ മെട്രിക്സ് ബിന് ഈക്വൽ ആവണം. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരു 2/3 മെട്രിക്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. 2/3 ഓർഡറുള്ള മെട്രിക്സ് ഉണ്ട്. അപ്പം ഇവിടുത്തെ ഇതാണ് നിങ്ങൾ എ എന്നുള്ള മെട്രിക്സിൻ്റെ
ഓർഡർ. ഓക്കെ, ഇനി ബി എന്നുള്ളൊരു മെട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ സാധനം ഈക്വൽ ആയിരിക്കണം. ആര്? ഇവിടുത്തെ കോളവും ഇവിടുത്തെ ബിയിലെ റോവും ഒരേ നമ്പർ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഈ കിട്ടുന്ന മെട്രിക്സില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ എ ബി എന്ന് കിട്ടില്ലേ മക്കളെ? എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ തീർച്ചയായിട്ടും ആ പുറത്ത് നിൽക്കുന്ന ഈ 2ഉം ഓക്കെ ഈ 4ഉം ആയിരിക്കും. അപ്പോൾ ഒരു 2/4 മെട്രിക്സിലായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? എ ബിനെ കിട്ടുന്നത്. ഇത് ഓക്കെ ആയല്ലോ. ഇനി നമുക്കൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. A is equal to 2 1 3 2 -1 1. ഓക്കെ, ഇതാണ് നിങ്ങൾ എ എന്നുള്ള മെട്രിക്സ്. ഇതിൻ്റെ ഓർഡർ എന്താ മക്കളെ? ഓക്കെ, ഇതിൻ്റെ ഓർഡർ എന്താ പറയൂ? ഇതിൻ്റെ ഓർഡറാണ്. എത്ര റോസ് ഉണ്ട് ഇവിടെ? 3 റോസ്. എത്ര കോളം ഉണ്ട്? 2 കോളംസ്. ഓക്കെ, അടുത്ത ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ എടുക്കുന്നത് 1 0 1 -1 2 1. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ആണ്. എ ബി കാണണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആദ്യത്തെ റോവും ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോവിൻ്റെ എണ്ണവും സെയിം ആയിരിക്കണം. അപ്പം ഇതിൻ്റെ ഒന്ന് നമുക്ക് ഓർഡർ പറഞ്ഞു നോക്കാം. ബിയുടെ ഓർഡർ എന്താ വരുന്നത്? എത്ര റോ ഉണ്ട് ഇവിടെ? 2 റോസ് ആണ്. എത്ര കോളം ഉണ്ട് ഇവിടെ? 3 കോളംസ് ഉണ്ട്. അതായത് ഇതും സെയിം ആവണം. മറ്റേത് സെയിം ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇവിടെ സെയിം ആയി എന്നുള്ളേ ഉള്ളൂ. അപ്പം ഇത് ശ്രദ്ധിക്കുക, ഇവിടുത്തെ കോളവും ഇപ്പുറത്തെ റോവും ഓക്കെ അത് രണ്ടും സെയിം ആയിരിക്കണം. ഇത് ഓക്കെ ആയല്ലോ. ഇനി എങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് മാർക്ക് പോകുന്ന ഒരാളാണ് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്, ശരിയല്ലേ? ഈ റോവും ഈ കോളവുമാണ് നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. എ ബി ആണ് ഇപ്പം ഞാൻ എഴുതുന്നത്, ആൻസറാണ് എഴുതുന്നത്, ആൻസർ. ഓക്കെ, എ ബി എന്നാണ് കാണാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഈ 2, ഈ ഫസ്റ്റ് നമ്പർ 2നെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 1 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, അടുത്ത ഈ 1നെ ഈ -1 കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? -1. ഓക്കെ ആയല്ലോ. ഇനി സെയിം റോ തന്നെ സെയിം റിപ്പീറ്റേഷൻ. ഓക്കെ, സെക്കൻഡ് കോളത്തെ ഇതേ പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? 2 × 0 0. ഓക്കെ, അടുത്തത് 1 × 2 1 × 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വരിക? 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് സെയിം റോ ഒരു കോളം കൂടിയുണ്ട്. അപ്പോൾ തേർഡ് സെയിം റോ തന്നെ തേർഡ് കോളത്തെ സെയിം പ്രോസസ്സിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ചെയ്തോളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ എന്താ നമുക്കൊക്കെ വരുന്നത്? 2 × 1 2 × 1 എന്താണ്? 2. ഓക്കെ, പിന്നെ 1 × 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഓക്കെ, ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ സെക്കൻഡ് റോയിൽ റിപ്പീറ്റ് ചെയ്യുക. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതി പോവല്ലോ വേഗം. അപ്പോൾ 3 × 1 നിങ്ങൾക്ക് എന്താ വരുന്നത്? 3 എന്ന് വരും. ഓക്കെ, 3. നെക്സ്റ്റ് -2. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എഴുതിക്കൂടെ? 0 + 4. ഓക്കെ, 3 + 2. അപ്പം ഞാൻ 3 കോളവും മൾട്ടിപ്ലൈ ചെയ്തു സെക്കൻഡ് റോനെ കൊണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ തേർഡ് റോ എടുത്തിട്ട് ഇതേപോലെ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം. ഓക്കെ, അപ്പം നമുക്ക് എന്താ വരുന്നത്? -1 -1 0 + 2 -1 + 1. ഓക്കെ, അപ്പം നിങ്ങൾ ആൻസർ ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്തിട്ടോ, ഡിഫറൻസ് സൈനൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ, സബ്ട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ ആഡ് ചെയ്യണം. അപ്പം 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്ത 2 ആണ്. 2 + 1 പറഞ്ഞാൽ 3 ആണ്. അടുത്ത നമ്പർ 1 4 3 + 2 പറഞ്ഞാൽ 5 ആണ്, ശരിയല്ലേ? നെക്സ്റ്റ് -2 2 0. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇതാണ് എ ബി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യും പോലെയല്ല മൾട്ടിപ്ലൈ ചെയ്ത് റോ ചെയ്യണം. ഫസ്റ്റ് റോ മാത്രം എടുക്കുക, അതെല്ലാ കോളത്തിലേക്കും. ഫസ്റ്റ് കോളം ഒന്നും കൂടെ മിസ് കളർ മാറ്റിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് റോ ഇതാണ്. ഫസ്റ്റ് റോ എടുക്കുന്നു,
ഫസ്റ്റ് റോ എടുക്കുന്നു, അത് ഫസ്റ്റ് കോളത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതാണ് ഈ വര. ഓക്കെ, പിന്നെ അടുത്ത കോളത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതാണ് ഇത്. ഓക്കെ, അടുത്ത കോളത്തിലേക്ക് ഫസ്റ്റ് റോ പറഞ്ഞാൽ എല്ലാം ഫസ്റ്റ് റോ തന്നെ എഴുതി പോകണം. സെക്കൻഡ് റോ എടുക്കുമ്പോൾ എല്ലാം സെക്കൻഡ് ലൈനിൽ, തേർഡ് റോ എടുക്കുമ്പോൾ എല്ലാം തേർഡ് ലൈനിൽ. ഡൗട്ട് ഇല്ലല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇതിലൊരു കാര്യം കൂടെ മക്കൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ ഈ എ ബിനെ കണ്ടിട്ട് സപ്പോസ് ഇഫ് ദേ ആർ ടെല്ലിങ് യു ടു ഫൈൻഡ് ബി എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ബി എന്നുള്ള മെട്രിക്സ് എഴുതണം, എന്നിട്ട് ആദ്യം ഈ ബി എഴുതണം, എന്നിട്ട് പിന്നെ നിങ്ങൾ എ എഴുതണം, എന്നിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കുഴപ്പം പറഞ്ഞാൽ ഈ ആൻസർ അല്ല കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുമെന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ? സപ്പോസ് ഇഫ് യു ആർ ഫൈൻഡിങ് ബി എ, ആ ബീൻ്റെ ഓർഡർ എന്താ നമുക്ക് വന്ന 2/3 എന്നാണ്. ശരിയല്ലേ? ശരിയല്ലേ? ഇനി മറ്റേ എയുടെ ഓർഡർ എന്താ വന്നത് നിങ്ങൾക്ക് 3/2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 3യും പോയി, ഈ അകത്തെ രണ്ടാൾ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും കുട്ടികളെ? 2/2 മെട്രിക്സ് ആയിരിക്കും. ഇപ്പോൾ കിട്ടിയത് 3/3 ആണ്. ഓക്കെ, അപ്പോൾ എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ. അതാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ബി നോട്ട് ഈക്വൽ ടു ബി എ എന്ന്. കണ്ട, എ ബി ഒരിക്കലും ആർക്ക് ഈക്വൽ അല്ല? ബി എക്ക് ഈക്വൽ അല്ല. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ.